ക്യാൻവയിൽ എങ്ങനെ ഒരു മികച്ച തമ്പനയിൽ ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്യുക, ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് യൂട്യൂബ് തമ്പനയിൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഒരുപാട് തമ്പനയിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ആ ക്രൗണിൻ്റെ സിമ്പിളുള്ള ഈ ക്രൗണിൻ്റെ സിമ്പിളുള്ളത് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് അവൈലബിൾ അല്ല. നമുക്കതില്ലാത്ത ഏത് ഡിസൈനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ഹൊറർ തീമിലുള്ളൊരു തമ്പനയിലാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പം ഞാൻ അത്തരത്തിലുള്ളൊരു തമ്പനയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മുംബൈ സിക്കിം എന്നുള്ളത് എനിക്കിഷ്ടപ്പെട്ടു. ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ തമ്പനയിൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ ഇമേജ് റീപ്ലേസ് ചെയ്യണം. നിലവിലുള്ള ഇമേജ് ഞാൻ ഉദ്ദേശിക്കുന്ന ഇമേജിലേക്ക് കൊണ്ടുവരണം. ഇമേജ് സെലക്ട് ചെയ്തു. താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് പോയി. ഞാനിവിടെ നിന്നൊരു ഇമേജ് പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇമേജ് പിക്ക് ചെയ്തു. ആ ഇമേജ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ലെറ്ററിങ്ങിൻ്റെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് എഴുതുക എന്നുള്ളതാണ്. ആ റോഡ് ട്രിപ്പ് എന്നുള്ളത് ഞാൻ മാറ്റി ഹൊറർ സ്റ്റോറി എന്നാക്കുന്നുണ്ട്. ഹൊറർ സ്റ്റോറി. ഇനിയുള്ളത് മുംബൈ സിക്കിം എന്നുള്ളിടത്താണ് എൻ്റെ കഥയുടെ ടൈറ്റിൽ ഇടാൻ പോകുന്നത്. പ്രേത ബംഗ്ലാവ് എന്നുള്ളതാണ് ടൈറ്റിൽ. ഇത് 3 പാർട്ടായിട്ടാണ് മുംബൈ സിക്കിം എന്നുള്ളത് കിടക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഒഴിവാക്കി മുംബൈ എന്നുള്ളത് മാത്രം എടുത്തിട്ട് അവിടെ നമ്മൾ പ്രേത ബംഗ്ലാവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മലയാളത്തിലാണ് കൊടുക്കുന്നത്. മലയാളത്തിൽ ഇതിന് ഒരുപക്ഷെ ഇപ്പം ബോൾഡായിട്ടൊരു ഫോണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോൾഡായിട്ടുള്ള ഫോണ്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കാൻ പറ്റും. ഈ ബോൾഡായിട്ടൊരു ഫോണ്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആ പ്രേത ബംഗ്ലാവ് എന്നുള്ളതിൻ്റെ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. അതായത് പ്രേത ബംഗ്ലാവ് എന്നുള്ളത് ഒരുപാട് ഡിസ്റ്റൻസ് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അതിന് ലാസ്റ്റുള്ള ടീലെടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെറ്ററിൻ്റെ സ്പേസും ലൈനിൻ്റെ സ്പേസും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാം. പ്ലസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാം. ഞാനിപ്പം ഒരു യെല്ലോ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഫോണ്ട് മാറ്റാം, ബോൾഡാക്കാം. ബോൾഡാക്കാൻ നമ്മൾ ആ മേളിലൊരു കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി എടുക്കുമ്പം അതേ സെയിം ലെയർ ഒന്നുകൂടെ വരും. അതടുത്ത് വയ്ക്കുക, വീണ്ടും കോപ്പി എടുക്കുക. വീണ്ടും കോപ്പി എടുത്ത് അതും ചേർത്ത് വെക്കുമ്പോഴത്തേനും നിലവിൽ ആ ഫോണ്ടും ബോൾഡായിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ഡേ 1 എന്നുള്ളത് നമ്മൾ പാർട്ട് 1 ആക്കുന്നു. അപ്പം ഇത്ര ഈസിയാണ് ഇത് ചെയ്യാനുള്ളത്.